പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറാണ് സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ്. ഇന്ന് സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്ന് നമുക്ക് വളരെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് നമുക്ക് വളരെ പ്രയോജനപ്രദമായ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2018 അഡ്മിഷൻ മുതൽ കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നും ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് ചെറിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സിലബസിൽ ചെറിയൊരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്, ചെറിയ അൾട്രേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ മോഡ്യൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്താണെന്ന് നോക്കിയാൽ, ഒന്നാമത്തെ മോഡ്യൂളാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. പേര് പോലെ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ. അതിൽ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഡെഫിനിഷൻ, അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ചോദ്യമാണ്. 2, ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ സോഫ്റ്റ്വെയർ ആൻഡ് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്ന ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. 3, ലിബർ ഓഫീസ് കാൽക്ക് എന്ന ഒരു ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു പുതുക്കിയൊരു സിലബസ് പ്രകാരമാണ് ഈ ഒരു ടോപ്പിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ലിബർ ഓഫീസ് കാൽക്കിന്റെ യൂസർ ഇന്റർഫേസ്, ലിബർ ഓഫീസ് കാൽക്കിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് പോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 4ാമത്തെ പ്രധാന ടോപ്പിക് R എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. R എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്ന രൂപത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്കും ഒരു ചോദ്യം ലഭിച്ചിരുന്നു. അങ്ങനെ ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്നും 4 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഫ്രീ സോഫ്റ്റ്വെയർ, അതിന്റെ ഡെഫിനേഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ്, ഫ്രീ സോഫ്റ്റ്വെയറും പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ലിബർ ഓഫീസ് കാൽക്ക്, എന്താണ് ലിബർ ഓഫീസ് കാൽക്ക്, ലിബർ ഓഫീസ് കാൽക്കിന്റെ യൂസർ ഇന്റർഫേസ്, അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, അതുപോലെ തന്നെ R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് പഠിക്കുക. ഒന്നാമത്തെ മോഡ്യൂൾ വളരെ ഒരു സിമ്പിൾ ആയ ഒരു മോഡ്യൂളാണ്. നമുക്ക് എസ്എ ചോദ്യങ്ങൾ വളരെ വിരളമായി മാത്രമേ ഈ ഒരു ഒന്നാമത്തെ മോഡ്യൂൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. നേരത്തെ പറഞ്ഞു, സിലബസ് 2018 അഡ്മിഷൻ മുതൽ ചെറിയ ചേഞ്ചസ് വന്നിരുന്നു. ആ ഒരു പുതുക്കിയ സിലബസ് ആണ് ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് ചെറിയ ഒരു ആൾട്ടറേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും ചെറിയ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് പോലെയുള്ള ചോദ്യങ്ങൾ, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന രൂപത്തിൽ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നു. ഫ്രീ സോഫ്റ്റ്വെയർ എന്താണ്, ഫ്രീ സോഫ്റ്റ്വെയറും പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ലിബർ ഓഫീസ് കാൽക്കിന്റെ യൂസർ ഇന്റർഫേസ്. ലിബർ ഓഫീസ് കാൽക്കിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ എസ്എ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അത് യൂസർ ഇന്റർഫേസ് ആണ്. ലിബർ ഓഫീസ് കാൽക്കിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ച് എസ്എ മോഡൽ ചോദ്യം ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ ലിബർ ഓഫീസ് കാൽക്കിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഉത്തരമായിട്ട് അതിന്റെ ഒരു ഫിഗർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. മെനു ബാർ, ടൂൾ ബാർ പോലെയുള്ള കാര്യങ്ങൾ, ടൈറ്റിൽ ബാർ പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായി എഴുതുന്നത്. ഇനി രണ്ടാമത്തെ മോഡ്യൂൾ മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. രണ്ടാമത്തെ മോഡ്യൂൾ വളരെയധികം ചോദ്യങ്ങൾ ഈ ഒരു പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡ്യൂളാണ് രണ്ടാമത്തെ മോഡ്യൂൾ. നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നോക്കിയാൽ 6 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഉള്ളത്. 1, മൈക്രോസോഫ്റ്റ് എക്സൽ എന്താണെന്ന് നമുക്കറിയാം, ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. അതിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ച് എസ്എ രൂപത്തിൽ ചോദ്യം ലഭിക്കും. റൈറ്റ് എ നോട്ട് ഓൺ ദ യൂസർ ഇന്റർഫേസ് ഓഫ് എക്സൽ എന്ന രൂപത്തിലായിരിക്കും ചോദ്യം നമുക്ക് ലഭിക്കുന്നത്. അതൊരു എസ്എ മോഡൽ ചോദ്യമായിരിക്കും. 2, വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് സെൽ അഡ്രസ്സിംഗ്. സെൽ അഡ്രസ്സിംഗ് 3 രൂപത്തിൽ പഠിക്കുക. 1, അബ്സല്യൂട്ട്, റിലേറ്റീവ്, മിക്സഡ് എന്ന 3 വ്യത്യസ്തമായ സെൽ അഡ്രസ്സിംഗിലെ
എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കുക. കാരണം ഇത് പലപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. 3 സെല്ലിലെ ഓപ്പറേഷൻ, മെർജിങ്, ഫ്രീസിംഗ് ഓഫ് സെൽസ് പോലെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ തവണയും ചോദിച്ചിരിക്കുന്നു. ഇനി 4 വർക്ക് ഷീറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ. വർക്ക് ഷീറ്റിൽ എങ്ങനെ പുതിയ ഷീറ്റുകൾ ആഡ് ചെയ്യാം, അല്ലെ വർക്ക് ബുക്കിൽ എങ്ങനെ പുതിയ ഷീറ്റുകൾ ആഡ് ചെയ്യാം, വർക്ക് ഷീറ്റിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, ഒരു എക്സസ് ചെയ്യുന്ന വർക്ക് ഷീറ്റിലോട്ട് വർക്ക് ബുക്കിലോട്ട് വർക്ക് ഷീറ്റ് എങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം, വർക്ക് ഷീറ്റ് എങ്ങനെ റീനെയിം ചെയ്യാം. ഇനി 5ാമത്തെ ഒരു ടോപ്പിക്കാണ് ചാർട്ട്സ് ഇൻ എക്സൽ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, എക്സലിലെ വ്യത്യസ്തമായ ചാർട്ടുകളെ കുറിച്ച് എസ്ഐ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ചാർട്ട് എലമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ലെജൻഡ് എന്താണ് അല്ലെങ്കിൽ ആക്സിസ് എന്താണ് എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കാം. ഇനി 6ാമത്തെ ഒരു ടോപ്പിക്കാണ് കൺവേർട്ടിംഗ് ചാർട്ട് ടു വെബ് പേജ്. ഒരു വെബ് പേജ് എങ്ങനെ, ഒരു ചാർട്ട് എങ്ങനെ വെബ് പേജിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചാർട്ട് എങ്ങനെ എക്സലിൽ ഇൻസേർട്ട് ചെയ്യും. റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ ഇൻസേർട്ടിംഗ് എ ചാർട്ട് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു കൺവേർട്ട് എ ചാർട്ട് ഇൻ ടു വെബ് പേജ്, അല്ലെങ്കിൽ റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ സേവിംഗ് എ ചാർട്ട് ഇൻ എക്സൽ. 2ാമത്തെ മൊഡ്യൂൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൊഡ്യൂളാണ്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 2ാമത്തതും 3ാമത്തതുമായ മൊഡ്യൂൾ നിന്നാണ്. 2ാമത്തെ മൊഡ്യൂൾ മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. 3ാമത്തെ മൊഡ്യൂൾ ഇത് എക്സലിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയ ഫംഗ്ഷനുകളെ കുറിച്ചുള്ള കാര്യമാണ്. ഇങ്ങനെ 2ഉം 3ഉം കണ്ടിന്യൂസ് ആയ മൊഡ്യൂൾസ് ആണ്. നമുക്ക് 1ാമത്തെ മൊഡ്യൂളിനെ കുറിച്ച് പറഞ്ഞ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അത് വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു. 2ാമത്തെ മൊഡ്യൂൾ മൈക്രോസോഫ്റ്റ് എക്സൽ യൂസർ ഇന്റർഫേസ് പഠിക്കുക, സെൽ അഡ്രസ്സിംഗ് പഠിക്കുക, സെല്ലിലെ ഓപ്പറേഷൻ പഠിക്കുക, ചാർട്ടുകൾ പഠിക്കുക, ചാർട്ടിന്റെ ടൈപ്പുകൾ പഠിക്കുക, ചാർട്ട് എലമെന്റുകൾ പഠിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് ഷീറ്റ്, വർക്ക് ബുക്ക് പോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി 3ാമത്തെ മൊഡ്യൂൾ നോക്കുക, അഡ്വാൻസ്ഡ് യൂസസ് ഓഫ് മൈക്രോസോഫ്റ്റ് എക്സൽ. നേരത്തെ പറഞ്ഞു മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മൾ പഠിച്ചു 2ാമത്തെ മൊഡ്യൂൾ. ഈ ഒരു മോഡ്യൂളിൽ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ അഡ്വാൻസ്ഡ് യൂസസ് ആണ്. ഇതിൽ 5 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ എസ്സേ ലഭിക്കുന്ന ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് 3ാമത്തെ മൊഡ്യൂളാണ്. 1ാമത്തെ ഒരു ടോപ്പിക് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ എക്സൽ. എക്സൽ വ്യത്യസ്തമായ ഫങ്ഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന വ്യത്യസ്തമായ ഫംഗ്ഷനുകളെ അവയുടെ സിന്റാക്സ് സഹിതം പഠിച്ചു വെക്കുക. കാരണം വാട്ട് ഈസ് NPV ഫംഗ്ഷൻ എന്ന രൂപത്തിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഇൻ എക്സൽ ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ഇൻ എക്സൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്ട്രിംഗ് ഫംഗ്ഷൻസ് അവൈലബിൾ ഇൻ എക്സൽ എന്ന് ചോദിക്കാം. അങ്ങനെ പല രൂപത്തിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യം ലഭിക്കാം. എല്ലാ പരീക്ഷയ്ക്കും ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായി മനസ്സിലാക്കുക. കാരണം ഫംഗ്ഷൻ എന്ന് പറയുന്നതിനകത്ത് 1 മാർക്കിന് ഒരു ചോദ്യമെങ്കിലും നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ലഭിക്കാം. ഇനി 2ാമത്തെ ടോപ്പിക്കാണ് പിവോട്ട് ടേബിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. എന്താണ് പിവോട്ട് ടേബിൾ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പിവോട്ട് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിക്കാം. 3ാമത്തെ ടോപ്പിക്കാണ് മാക്രോ ഇൻ എക്സൽ. മാക്രോയുടെ ഉപയോഗം ചോദിച്ചിട്ടുണ്ട്, എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ മാക്രോ ഇൻ എക്സൽ 4 മാർക്കിന് ചോദ്യമാണെങ്കിൽ ചോദിക്കാം. ഇനി 4ാമതൊരു ചോദ്യമാണ്, 4ാമത്തെ ടോപ്പിക്കാണ് VBA, വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്ന ഡെഫിനിഷൻ വരുന്ന VBAയുടെ ഡെഫിനിഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഉപയോഗം ചോദിക്കാം. ഇനി 5ാമത്തെ പ്രധാന ടോപ്പിക്കാണ് ഫോംസ് ഇൻ എക്സൽ. എക്സലിൽ എങ്ങനെ ഫോം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോമിലോട്ട് എങ്ങനെ കൺട്രോളുകൾ ആഡ് ചെയ്യാം എന്ന രൂപത്തിൽ പലപ്പോഴും ചോദ്യങ്ങൾ ലഭിക്കാറുണ്ട്. അങ്ങനെ 3ാമത്തെ മോഡ്യൂൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മോഡ്യൂളാണ്. കാരണം നമുക്ക് എസ്സേ ചോദ്യം, ഒരു ചോദ്യമെങ്കിലും ഈ ഒരു 3ാമത്തെ മോഡ്യൂളിൽ ലഭിക്കും. അങ്ങനെ 3ാമത്തെ മോഡ്യൂളിൽ 5 പ്രധാനപ്പെട്ട ടോപ്പിക്സ് മനസ്സിലാക്കുക. ഫങ്ഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻ, ഫങ്ഷൻ എങ്ങനെ എക്സലിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ NPV പോലെയുള്ള ഫംഗ്ഷന്റെ സിന്റാക്സ് ചോദിക്കാം, അല്ലെങ്കിൽ FE എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷന്റെ സിന്റാക്സ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് FE ഫംഗ്ഷൻ ചോദിക്കാം,
പിവോട്ട് ടേബിൾ ചോദിക്കാം, മാക്രോസിനെ കുറിച്ച് ചോദിക്കാം, VBA കുറിച്ച് ചോദിക്കാം, ഫോമുകളെ കുറിച്ച് ചോദിക്കാം. ഇനി നാലാമത്തെ മോഡ്യൂളാണ് SPSS. അതിന്റെ അബ്രിവേഷൻ മുതലുള്ള കാര്യങ്ങൾ ചോദ്യമായിട്ട് ലഭിക്കും. SPS അബ്രിവേഷൻ മനസ്സിലാക്കുക, സോഫ്റ്റ്വെയർ പാക്കേജ് ഇൻ സോഷ്യൽ സയൻസ്. പലപ്പോഴും വാട്ട് ഈസ് SPSS എന്ന ഒരു മാർക്കിന്റെ ചോദ്യം ലഭിക്കാറുണ്ട്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് മോഡ്യൂൾ 4. SPSSന്റെ ഡെഫിനിഷൻ മുതൽ പഠിക്കുക. അതിൽ 8 പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, SPSSന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. എന്താണ് SPSS, അല്ലെങ്കിൽ SPSSന്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് അറിയുക. IBM SPSS എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ആദ്യകാല പേരൊക്കെ നമ്മൾ പഠിച്ചു വന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മെനൂസ് ഇൻ SPSS എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കും. കഴിഞ്ഞ തവണയും ചോദിച്ചു, റൈറ്റ് എ നോട്ട് ഓൺ ഡിഫറെന്റ് ഡ്രോപ്പ് ഡൗൺ മെനൂസ് അവൈലബിൾ ഇൻ SPSS. അങ്ങനെ SPSSൽ വ്യത്യസ്തമായ മെനൂസിനെ കുറിച്ച് ചോദിക്കാം. പിന്നീട് സിന്റാക്സ് എഡിറ്റർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ഉണ്ട്. അതും SPSSൽ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. SPSSലെ സിന്റാക്സ് എഡിറ്ററിനെ കുറിച്ച് ചോദിക്കാം. മൂന്നാമത്തെ ടോപ്പിക്കാണ് ഡേറ്റ ടൈപ്സ് ഇൻ SPSS. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡേറ്റ ടൈപ്സ് ഇൻ SPSS. ഇനി നാലാമത്തെ ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മെഷർമെന്റ്. SPSS വളരെ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മെഷർമെന്റ്. നമ്മൾ 4 രൂപത്തിലുള്ള മെഷർമെന്റിനെ കുറിച്ച് പഠിക്കുന്നു. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ലെവൽസ് ഓഫ് മെഷർമെന്റ് എന്ന രൂപത്തിൽ ചോദ്യം കിട്ടാം. 5 മിസ്സിംഗ് വാല്യൂവിനെ കുറിച്ച് ചോദ്യം ലഭിക്കാം. സിസ്റ്റം മിസ്സിംഗ് വാല്യൂ, യൂസർ ഡിഫൈൻഡ് മിസ്സിംഗ് വാല്യൂ എന്ന രൂപത്തിൽ ചോദ്യം ലഭിക്കാം. 6 ക്വാളിറ്റേറ്റീവ് ഡേറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം. 7 ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റ് വേരിയബിളും എന്താണെന്ന് ചോദിക്കാം. 8 പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതിൽ അനോവ ടെസ്റ്റ്, ചൈ സ്ക്വയർ ടെസ്റ്റ്, ടി ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ മനസ്സിലാക്കുക, അവയുടെ ഉപയോഗം മനസ്സിലാക്കുക. അങ്ങനെ 8 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നാലാമത്തെ മോഡ്യൂളായ SPSSൽ ഉള്ളത്. അതിൽ ഞാൻ പറഞ്ഞു, essay നമുക്ക് ലഭിക്കാം 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ലഭിക്കാം. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ വരെ ചോദ്യങ്ങൾ ലഭിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് SPSS പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. അതിൽ പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അനോവയെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ടി ടെസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യാം എന്ന രൂപത്തിലും ചോദ്യം കിട്ടുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ഡേറ്റ ടൈപ്സ് ഇൻ SPSS ചോദിച്ചിരിക്കുന്നു. ലെവൽസ് ഓഫ് മെഷർമെന്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി 5ാമത്തെ മോഡ്യൂളാണ് ലാസ്റ്റ് മോഡ്യൂൾ. അവിടെ മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതും പലപ്പോഴും പല പ്രീവിയസ് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു മോഡ്യൂളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇനി അതിൽ 9 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണുള്ളത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡേറ്റാബേസ് എന്താണ്, ഡേറ്റാബേസിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് മനസ്സിലാക്കി വെക്കുക. പിന്നീട് DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് DBMS? DBMS പഠിക്കുമ്പോൾ അതിന്റെ ഉദാഹരണം, എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റിംഗ് ഡേറ്റാബേസ്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് ഡേറ്റാബേസ് എഴുതി മനസ്സിലാക്കി വെക്കുക. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ ഡേറ്റാബേസ് ഇൻ MS Access എന്ന രൂപത്തിൽ പ്രീവിയസ് ചോദ്യം കണ്ടിട്ടുണ്ട്. അതുപോലെ ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഹൗ ക്യാൻ യു ക്രിയേറ്റ് എ ടേബിൾ ഇൻ Access ചോദിക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എഡിറ്റിംഗ് ടേബിൾ. അവിടെ ടേബിളിലോട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്ന രൂപം പഠിക്കുക, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ എൻട്രി ചെയ്യാം, ഏതൊക്കെ രീതിയിൽ എൻട്രി ചെയ്യാമെന്ന് പഠിക്കുക, ടേബിൾ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കുക. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ഇൻ ആക്സസ്. എന്താണ് റിലേഷൻഷിപ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദ്യങ്ങൾ ലഭിക്കാം. 5ാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു essay ചോദ്യമാണ്. മൈക്രോസോഫ്റ്റ് ആക്സസിലെ ഒബ്ജക്റ്റിനെ കുറിച്ച് essay ചോദ്യം ലഭിക്കാം. 5 മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ്. 6ാമത്തെ ടോപ്പിക്കാണ് ക്വറീസ് ഇൻ ആക്സസ്. ആക്സസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വറീസിനെ കുറിച്ച് ചോദിക്കാം. എന്താണ് ക്വറി എന്ന് ചോദിക്കാം, എങ്ങനെ ക്വറി ക്രിയേറ്റ് ചെയ്യാമെന്ന രൂപത്തിൽ ചോദ്യം ലഭിക്കും.
ഏഴാമത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റിപ്പോർട്ട്സ് ഇൻ ആക്സസ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു എസ്എ ചോദ്യമായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമായിട്ടും ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് റിപ്പോർട്ട്സ് ഇൻ ആക്സസ്. എട്ടാമത്തെ ടോപ്പിക്കാണ് ഫോംസ് ഇൻ ആക്സസ്. ഫോമുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫോമിലോട്ട് എങ്ങനെ കൺട്രോളുകൾ ആഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക. ഒമ്പതാമത്തെ ഒരു ടോപ്പിക്കാണ് കീസ് ഇൻ DBMS. DBMS എന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ 2 വ്യത്യസ്തമായ കീയെ മനസ്സിലാക്കി വെക്കുക വിത്ത് എക്സാമ്പിൾ. പ്രൈമറി കീ എന്താണ്, ഫോറിൻ കീ എന്താണെന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ 9 പ്രധാന ടോപ്പിക്സ് ആണ് MS ആക്സസിൽ ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ആയി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.